നമസ്കാരം. കേരള തീരത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട MV വാൻഹായ് 503 എന്ന കപ്പലിൽ തീ പടരുകയാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. നിലവിലെ കപ്പലിലെ കണ്ടെയ്നറുകളാണ് കത്തുന്നതെന്നാണ് വിവരം. തീ ഡെക്കിനുള്ളിലേക്ക് കടന്നിട്ടില്ല. അതേസമയം കപ്പൽ 15 ഡിഗ്രി ചരിഞ്ഞതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് പതിക്കുകയാണ്. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് പ്രാഥമിക വിവരം. അതാണ് സംസ്ഥാനത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. കണ്ടെയ്നറുകളിലെ വസ്തുക്കളുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അപകടകരമായ രാസവസ്തുക്കൾ 157 കണ്ടെയ്നറുകളിലായി ഈ കപ്പലിൽ ഉണ്ട് എന്നാണ് ഈ പട്ടികയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 27 പേജുള്ള പട്ടികയാണ് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 15 ടൺ ബെൻസോഫിനോൾ, 11 ടൺ നൈട്രോസെല്ലോഡ്, 17 ടൺ തീ പിടിക്കാവുന്ന റെസിൻ, അതോടൊപ്പം തന്നെ 61 കാറ്റഗറിയിൽപ്പെടുന്ന കീടനാശിനികൾ, 26 ടൺ ട്രൈക്ലോബൈസിൻ, കൂടാതെ 22 ടൺ ട്രൈത്തിലിയോട്ടൻ, 24 ടൺ ഡയാസ്റ്റിയോൺ, അതോടൊപ്പം തന്നെ ആൽക്കഹോൾ, 167 പെട്ടി ലിഥിയം ബാറ്ററിക്, 17 ടൺ പെയിന്റ് അടക്കമുള്ളവയാണ് കപ്പലിലുള്ളത്. 40 കണ്ടെയ്നറുകളായിട്ടാണ് തീപിടിക്കുന്ന ദ്രാവകങ്ങളുള്ളത്. പരിസ്ഥിതിക്കും അതോടൊപ്പം തന്നെ ജനജീവിതത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് ഈ വസ്തുക്കൾ എന്നാണ് കേരള സർക്കാർ പറയുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണം ഔദ്യോഗികമായി തന്നെ നടത്തുന്നുമുണ്ട്. INSന്റെയും അതോടൊപ്പം ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെ അടക്കം INS കപ്പലുകളെല്ലാം തന്നെ ഈ കപ്പൽ, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശമനുസരിച്ച് ആ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് ആ ഒരു പ്രദേശത്ത് നിന്നൊരു മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നുണ്ട്. കപ്പൽ എവിടെയാണോ റഡാറിലുള്ളത് അവിടെ ആ ഭാഗങ്ങളിൽ ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മഴ വലിയ രീതിയിൽ കോസ്റ്റ് ഗാർഡിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിക്കും തീ അണയ്ക്കുന്നതിൽ ഒരു സഹായകരമായി മാറുമെന്ന് തന്നെയാണ് നേവി അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.